അന്റോണിയോ ഗ്രാംഷിയുടെ ഒരു വാക്യം കടമെടുത്താൽ എല്ലാവരും തത്വചിന്തകരാണ്. എല്ലാവരും അറിഞ്ഞോ അറിയാതെ തത്വചിന്തകരാണ്. പക്ഷെ സമൂഹത്തിൽ തത്വചിന്തകർ എന്ന് പറയുന്ന പങ്ക് വഹിക്കുന്നത് വേറെ ചില ഫിലോസഫി അധ്യാപകരോ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാരെന്നൊക്കെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി എല്ലാവരും സൈദ്ധാന്തികരാണ്, എല്ലാവരും തത്വചിന്തകരാണ്. മലയാളത്തെക്കുറിച്ച് നമുക്ക് തത്വം ഉണ്ടാക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി. ആലോചിച്ച് നോക്കിയാലേ, മാതൃഭാഷയിൽ പഠിക്കണമെന്ന് പറയാൻ വാദിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തമാശ എന്താണുള്ളത്? വിദ്യാർത്ഥി കേന്ദ്രിതമാണ് വിദ്യാഭ്യാസം എന്നാണ് പറയുക, അല്ലേ? അതിപ്പം പണ്ടുള്ളതാണ്, ഇപ്പോൾ കുറച്ചുകൂടി ഉറപ്പിച്ച് പറയുന്നൊരു കാലമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ അത് കൂടുതൽ ഉറപ്പിക്കുകയോ ചെയ്തത്. ഇതൊരു വശത്ത് വരുമ്പോൾ തന്നെയാണ് മാതൃഭാഷാ മാധ്യമത്തിലൂടെ അല്ലാതെ പഠിപ്പിക്കുന്നത്, അതിൻ്റെ വൈരുദ്ധ്യം. അപ്പോൾ ഈ വൈരുദ്ധ്യമൊന്നും ആളുകളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എഴുതി വെക്കുന്നതും പ്രയോഗിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമുണ്ടാകേണ്ടതില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ നിലവാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, കുട്ടികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ പ്രകടമായ ഒരു വൈരുദ്ധ്യം നമ്മുടെ ജീവിതത്തിൽ, അക്കാദമിക ജീവിതത്തിലും പൊതുജീവിതത്തിലൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. വീണ്ടും നമ്മൾ കുഴിച്ചു പോകേണ്ടി വരും. ഇപ്പോൾ രമേശ് സൂചിപ്പിച്ചതുപോലെ കീഴാടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. വീണ്ടും ചില പിന്നിലേക്ക് പോക്കിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെയും മറ്റു മൃഗങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് പലരും പറയും, അല്ലേ? ടൂൾ മേക്കിംഗ് ആനിമൽ എന്നാണ് ഒരു സങ്കല്പം. പക്ഷേ പുതിയ പഠനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കാര്യം, ഈ ഹോമോസാപ്പിയൻസിന് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പൂർവികർ തന്നെ ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ ഉപകരണങ്ങളൊന്നും മനുഷ്യന് മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ടൂൾ മേക്കിംഗ് അനിമൽ എന്ന് മാത്രം മനുഷ്യനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. മറ്റു ജീവികൾ നമ്മുടെ തൊട്ടടുത്തുള്ള പൂർവികർ കൂടി പങ്കിടുന്ന ഒരു മേഖലയാണ്. നമ്മുടെ പല മനുഷ്യരുടെ തനിമാവാദങ്ങളും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ അറിയുന്ന പോലെ പോസ്റ്റ് ഹ്യൂമനിസം, അത് പല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ റോബോട്ടിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ അനന്യതയെ യന്ത്രങ്ങൾക്ക് അനുകരിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്ന ഒരു മേഖല, അത് കുറേ പ്രശ്നഭരിതമായ മേഖലയാണ്, യന്ത്രന്മാരുടെ ഒരു മേഖലയാണ്. ആ സിനിമ ഉന്നയിക്കുന്ന പ്രശ്നം അതാണല്ലോ. അതേസമയത്ത് മറ്റൊന്നുണ്ട്, മനുഷ്യകേന്ദ്രിതത്തിനപ്പുറത്ത് മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള, സസ്യലോകങ്ങൾ ഉൾപ്പെടെയുള്ള, ഭൂമി ഉൾപ്പെടെയുള്ള ഒന്ന്, അതിന് സമഗ്രമായ അതിജീവനം കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ അതിജീവനെന്നും. മനുഷ്യൻ്റെ പുറത്തേക്കുള്ളതിനെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മനുഷ്യന് പോകാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള, നമ്മൾ പറയാം ആന്ത്രോപോസെൻട്രിസം, മനുഷ്യകേന്ദ്രിതവാദത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യകേന്ദ്രിതവാദം എന്ന് പറയുന്ന ദൈവമാണ് കേന്ദ്രമായതെന്നുള്ളതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മനുഷ്യകേന്ദ്രിതവാദം വന്നത്. അതിൽ മൃഗങ്ങളില്ലെന്നല്ല. നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പം മൃഗങ്ങളിലേക്കും കൂടി പോകുന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ നിരാകരിച്ച് മനുഷ്യനെ സ്ഥാപിച്ച ആ മനുഷ്യൻ, ഇപ്പം നമ്മൾ വിമർശനത്തിൽ പറയുന്ന പോലെ അത് പുരുഷനായിരുന്നു, അതിൽ സ്ത്രീയില്ല. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ചിത്രം നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊന്നും സ്ത്രീകളെ കാണുന്നില്ല. പ്രസവിച്ച സ്ത്രീകളാണെങ്കിലും ഈ ക്രോമാഗ്രിൻ മനുഷ്യൻ, നേരത്താൽ മനുഷ്യൻ എന്നൊക്കെ കാണിക്കുന്ന ചിത്രങ്ങളിൽ മുഴുവൻ പുരുഷന്മാരേ ഉള്ളൂ. പെണ്ണുങ്ങൾ ഇവിടെ പോയി എന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ വെള്ളക്കാരാണ്. ഇങ്ങനെ ആധുനിക മനുഷ്യസങ്കല്പം തന്നെ മൂന്നാം ലോകത്തിനും കറുത്തവർക്കും എതിരെയും സ്ത്രീകൾക്കെതിരെയൊക്കെയുള്ള ഒരു മനുഷ്യസങ്കല്പത്തിൻ്റെ അകത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൊളോണിയൽ അധികാരികൾ ചരിത്രം പഠിപ്പിച്ചതിന് വേണ്ടിയാണ്. ഇപ്പം ഞാനധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളെല്ലാം ആരാധിക്കുന്ന തത്വചിന്തകനായ ഹെഗല്, മാർക്സിൻ്റെ തൊട്ട് മുമ്പുള്ള അദ്ദേഹം, ലോകത്തിൻ്റെ ചരിത്രം അവസാനിച്ച് നിൽക്കുന്ന സന്ദർഭം എന്ന് പറയുന്ന യൂറോപ്പാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം 1830കളിൽ അന്തരിക്കുന്നത്, 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ച ആളാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ യൂറോപ്പ് എത്തിച്ചേർന്ന ഇടത്തേക്ക് ബാക്കിയെല്ലാ ജനതകളെയും എത്തിക്കാൻ വേണ്ടി അധികാരവും ആയുധവും പ്രയോഗിച്ചാലും തെറ്റില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ കീം എന്നൊക്കെ പറയുമ്പോൾ ഇത് കൂടി ഓർക്കുന്നത് നല്ലതാണ്. കാരണം ആധുനിക മനുഷ്യൻ നിങ്ങളായിത്തീർന്നാൽ, ഒരു സർവകലാശാലയിൽ നമ്മൾ പഠിച്ചാൽ, അല്ലെങ്കിൽ വിശ്വപൗരനായാൽ, തിരുവനന്തപുരത്തുകാർ ഒരു വിശ്വപൗരനെയും കൊണ്ട് ചെറുതായി ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ വിശ്വപൗരത്വത്തിലേക്ക് കടക്കുന്നതോടുകൂടി വരുന്ന ഒരു ദൃഷ്ടിയുണ്ട്. അത് മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു ദൃഷ്ടിയാണ്. ഞങ്ങൾ യൂറോപ്യരാണെന്നും നിങ്ങളെ മുഴുവൻ ഞങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യമെന്നും
ഇതാണ് റുദ്യാർഡ് കിപ്ലിങ് വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്നത്, വെള്ളക്കാരൻ്റെ ഭാരം. വെള്ളക്കാരൻ ജനിച്ചത് തന്നെ വലിയ ഒരു ദൈവികമായ ദൗത്യമായിട്ട്. എന്താ ദൗത്യം? മൂന്നാം ലോകക്കാരെയും കറുത്തവരെയും ഒക്കെ തന്നെ കീഴടക്കി തങ്ങൾക്ക് തുല്യരാക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് അടിമയാക്കണം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഹെഗലിൻ്റെ ചരിത്ര സങ്കല്പം അടിസ്ഥാനപരമായി ഇവിടേക്ക് എത്തിയ വെല്ലസ്ലിയുടെ ആയുധങ്ങളായിട്ടാണ്. ആ ആയുധങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു ഭാഷ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈയിടെ അന്തരിച്ച എൻഗൂഗി തിയാങ്കോ അദ്ദേഹം പറയുന്ന ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അടുത്ത കാലത്ത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആയുധം കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ, അടിസ്ഥാനപരമായി കീഴ്പ്പെടുത്തൽ ഭാഷ കൊണ്ടാണെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഷയെ സംബന്ധിച്ച അടിസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ യൂറോ കേന്ദ്രിത മാനവികതാ സങ്കല്പമല്ല, യൂറോ കേന്ദ്രിത മാനവികതാ സങ്കല്പത്തിൻ്റെ പരക്കലിൻ്റെ ഭാഗമാണ് അതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിവരമുള്ള ആളുകൾ, പലപ്പോഴും സോക്കോൾഡ് വിവരമുള്ള ആളുകൾ, ബുദ്ധിജീവികൾ നമ്മൾ പറയുന്ന ആളുകൾ കൂടുതൽ മാതൃഭാഷാ വിരുദ്ധരാണ്. ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ? നമ്മൾ ഈ സമരം തുടങ്ങുന്ന കാലത്ത് 2009-10 കാലത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ സമരം ചെയ്യുന്ന കാലത്ത് അതിനുവേണ്ടിയുള്ള ലഘുലേഖകളും പ്രഭാഷണങ്ങളും നടത്തുമ്പോൾ സർവകലാശാല ലൈബ്രറിയിലൊക്കെയുള്ള പുസ്തകങ്ങളിൽ വലിയ ചിന്തകരുണ്ടല്ലോ, മിഷേൽ ഫൂക്കോ, ലക്കാൻ, ദെറിദ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ ബുദ്ധിജീവികളെ ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് അല്ലേ? കാരണം ഇവർ മാതൃഭാഷയ്ക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ അംഗീകരിച്ചോളൂ. അരിഭക്ഷണമാണ് നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടുക്കളയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ദെറിദയെയും ഫൂക്കോനെയൊക്കെ ഉദ്ധരിച്ചാൽ ഇല്ലേ, ഈ നിലക്കാണ് ബുദ്ധിജീവികളുടെ കാര്യം പറയുന്നത് കേട്ടോ. കാരണം ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ ബുദ്ധിജീവികൾ. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒരു ഉദ്ധരണിയൊന്നും കാണുന്നില്ല. എന്താണ് ഉദ്ധരണി കാണാത്തതിൻ്റെ കാരണം? ഉദ്ധരണിയൊന്നും കാണാത്തതിൻ്റെ കാരണം യൂറോപ്പിലെ അധിനിവേശ ശക്തികൾക്ക്, അതിൻ്റെ അകത്തെ അധികാരികൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ സമീപ ഭൂതകാലത്തിൽ ഒരിക്കലും ഭാഷ ഒരു അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മളൊക്കെ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞ അർത്ഥം നേർന്ന അർത്ഥത്തിലാട്ടോ, നമ്മൾ പൂജിക്കുന്ന അർത്ഥത്തിലല്ല. അതില്ലാത്തൊരു വാക്കാന്നില്ലേ ആരാധിക്കുക എന്നുള്ള വാക്ക്, കുറച്ച് സറ്റേർക്കലും കൂടി ഞാൻ പറയുന്നത്. ഇപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിനെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്, സംശയമൊന്നുമില്ല, നവോത്ഥാനത്തിൻ്റെ നായകനാണ്. പക്ഷേ അദ്ദേഹത്തിന് നമ്പൂതിരി സമുദായത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു, വലിയ കാര്യമാണ് അല്ലേ? അന്നത്തെ അദ്ദേഹത്തെ ആ നിലക്കൊന്നും നമ്മൾ ആദരിക്കുന്നു. പക്ഷേ ഒരു അയ്യങ്കാളി വേണ്ടി വന്നു അടിസ്ഥാന രാഷ്ട്രീയം ഉന്നയിക്കാൻ. എന്നതുപോലെ യൂറോപ്യർ പലതരത്തിലുള്ള രാഷ്ട്രീയ ആശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ദേശീയ സമരങ്ങൾ വേണ്ടി വന്നു അധിനിവേശത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയം വെക്കാൻ. അത് യൂറോപ്പ് നല്ല തുടങ്ങിയത്. എന്ന് മാത്രമല്ല, 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ബ്രഹ്മസമാജം, അതൊക്കെ നമ്മൾ വളരെ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസ്ഥാനമൊക്കെ ആയിട്ടാണ് പറയുന്നത്. ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികളുടെ കേന്ദ്രമാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ബുദ്ധിജീവികളുടെ കേന്ദ്രമാണ്. അവരുന്നയിച്ച ആശയം എന്താണെന്ന് വെച്ചാൽ, ഈ സിപ്പായി ലഹളയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കർക്കശമായ നടപടികൾ ഉണ്ടാവണം. വിവരമില്ലാത്ത ആളുകളായി സമരത്തിൽ പങ്കാളികളായി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വിവരമുള്ള ഒരാളും അന്ന് ദേശീയ പ്രസ്ഥാനത്തെ അംഗീകരിച്ചിട്ടില്ല 1890-കളിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, കേരളത്തിലെ ബുദ്ധിജീവികളുടെ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള. പിന്തുണച്ചാൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ DMS ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഈ വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മളെ വാഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞ പോലെ ആ ബുദ്ധിജീവികൾ പിന്തുണക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ബുദ്ധിജീവികൾക്ക് പല ഗുണങ്ങളുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരവരുടെ മേഖലയിലെ. പക്ഷേ ഭാഷയെ മനസ്സിലാക്കുന്നതിൽ വലിയ കുഴപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബുദ്ധിജീവികളുടെ ഈഗോ, അവരുടെ പേഴ്സണാലിറ്റി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്, അഭേദ്യമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇംഗ്ലീഷ് തകർന്നാൽ അവരുടെ ആ നില തകർന്നു പോകും. ഇപ്പം ഞാൻ പറയാം, വ്യക്തിപരമല്ല, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ അപ്രമാദിത്വം ഇല്ലെങ്കിൽ ശശി തരൂരിൻ്റെ അവസ്ഥ എന്താ? മോശം പറയല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട്. ഇപ്പോൾ കേരളത്തിലെ മധ്യവർഗം ഇപ്പോൾ ഒരു സർവേ നടത്തി അല്ലേ, കേരളത്തിലെ ആളുകൾ 52%. ആലോചിച്ച് നോക്കൂ, കേരളത്തിന് വേണ്ടി നടക്കുന്ന ഒരു സമരത്തിലും അദ്ദേഹം പങ്കാളിയല്ല. കോൺഗ്രസിൻ്റെ അകത്ത് എത്രയോ നേതാക്കന്മാർ, നല്ല നേതാക്കന്മാർ, ആളുകൾ സംഘടിപ്പിച്ചൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടും കേരളത്തിൻ്റെ മധ്യവർഗം അദ്ദേഹത്തെ ആരാധിക്കുന്നു,
കെ മുരളീധരനെ ഉദ്ധരിച്ചാൽ ഏത് പാർട്ടിയിലാണെന്ന് ഇപ്പോഴും വ്യക്തമില്ലാത്ത. ഞാൻ പറഞ്ഞ ഇതിനെ ഞാൻ നിഷേധിച്ച് പറയല്ല. നിങ്ങൾ നമ്മളെ പ്രതിഭാസത്തെ നോക്കിക്കാണണം. എന്തുകൊണ്ട്? ഇതാണല്ലോ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിനെയാണല്ലോ നമ്മൾ ശാസ്ത്രമെന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ഒരു ഇംഗ്ലീഷ് പേഴ്സണാലിറ്റിയുടെ തടവറയിലാണ് കേരളത്തിലെ മധ്യവർഗം. അത് ആ തടവറ പൊളിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരായി പോകും എന്ന് പറയുന്ന വലിയൊരു ഈ സ്വർഗത്തിൽ നിന്ന് താഴെ വീണത് പോലെ ഉണ്ടാവും. ഇപ്പോൾ IAS IPS എൻജിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിച്ച ആളുകൾ സാധാരണ മനുഷ്യരുടെ ഭാഷ ഉപയോഗിക്കുകയും സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സ്വത്വ നഷ്ടമാകും, തങ്ങളുടെ അഹങ്കാരത്തിൻ്റെയും അഹംബോധത്തിൻ്റെയും നഷ്ടമാകും. അതിനവരൊരിക്കലും തയ്യാറാകുകയില്ല. കള്ളച്ചുരിക വരുന്നതിൻ്റെ കാരണമാണ്. ഇപ്പോൾ PSC സമരം നമ്മൾ നടത്തിയല്ലോ 19 ദിവസം. അന്ന് PSC ബോർഡിൽ നടന്നൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ, മലയാള മാധ്യമത്തിൽ പഠിച്ച ആളുകൾ KS പരീക്ഷയൊക്കെ എഴുതാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്ന, അത് PSC ബോർഡിൽ നടന്ന ചർച്ചയാണ്. മാമക പാണ്ഡവസ് ചെയ്യുവാനോ, എൻ്റെ കുട്ടികൾ എൻ്റെ എവിടെയാണ് വരുന്നത്? ആ കൊളോണിയൽ യജമാനത്തിൻ്റെ തുടർച്ചയാണ്. ഞങ്ങൾ ഭരിക്കാൻ പിറന്നവരാണെന്നും ബാക്കിയുള്ള ആളുകളെ ഞങ്ങൾക്ക് ജന്മസിദ്ധമായി ഭരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ധരിക്കുന്ന ഒരു വർഗ്ഗമാണ്. ജന്മം കൊണ്ട് പണ്ട് ബ്രാഹ്മണരെക്കുറിച്ചും ക്ഷത്രിയരെക്കുറിച്ചും അത് പറയാം. ഇന്നത്തെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇംഗ്ലീഷ് മധ്യവർഗം ധരിക്കുന്നത് ഞങ്ങൾ ഈ വിദ്യാഭ്യാസം നേടുന്നത് തന്നെ മറ്റുള്ളവരെ ഭരിക്കാനാണെന്നാണ്. ഇത് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. കാരണം കൊളോണിയൽ വിദ്യാഭ്യാസം എല്ലാ രാജ്യങ്ങളിലും ഭരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത്തിക്കണ്ണി വർഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. യൂറോപ്പിൽ അങ്ങനെയല്ല. യൂറോപ്പിലെ വിദ്യാഭ്യാസം, നമ്മളിപ്പോൾ എതിർക്കുന്ന യൂറോപ്പിനാണെങ്കിൽ കൂടി, യൂറോപ്പിലെ വിദ്യാഭ്യാസം അവിടുത്തെ സാമൂഹ്യ രംഗത്തെ പുരോഗതിക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഗിൽഡ് കാലഘട്ടത്തിലെ അവിടുത്തെ കൊല്ലന്മാരെന്നൊക്കെ പറയാവുന്ന സാധാരണ കൈത്തൊഴിലുകാരുടെ കൈത്തൊഴിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. സാമൂഹ്യമാണ് ആദ്യമായിട്ട് അവിടുത്തെ വിദ്യാഭ്യാസം. നമ്മുടെ വിദ്യാഭ്യാസം ഭരണപരമാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം. കാരണം ഭരിക്കുന്ന ക്ലാസ്സായി തീരുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഭരിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്രിയയായിട്ട് ഒരിക്കലും വിദ്യാഭ്യാസം കണ്ടത് ഗാന്ധിയെ പോലുള്ള ദേശീയ സമര നേതാക്കന്മാർ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയാണ് കണ്ടത്. ഇൻകുകിയൊക്കെ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ടാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി നമ്മൾ സമരത്തിലേക്ക് മുന്നോട്ട് പോകും തോറും വിമർശനങ്ങളും പരിഹാസങ്ങളും കൂടാനോ സാധ്യത. കാരണം മധ്യവർഗത്തിൻ്റെ നമ്പർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2015 ശേഷം ഉണ്ടായ വലിയ പ്രവണത രമേശ് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ മധ്യവർഗം ശക്തിപ്പെട്ടു എന്ന് മാത്രമല്ല, പുറത്തേക്ക് പോകലാണ് വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമെന്നായി കഴിഞ്ഞു. പുറത്തേക്ക് പോകുന്നതിന് ആരും എതിരല്ല, നല്ല കാര്യമാണ്. ലോകത്തിൽ എക്കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ പഴയ സംസ്കൃതിയിലേക്ക് തന്നെ കടന്നാൽ, നമ്മൾ പട്ടണ ഗവേഷണം നടത്തിയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പക്ഷേ ഒരു ജനതയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ 100% ആളുകളെ ഇവിടുന്ന് കടത്തിവിടലാണെങ്കിൽ അതിനെന്തോ രോഗമുണ്ട്. ഡൈയിങ് കൾച്ചർ എന്നതിന് പറയാം. ഈ സംസ്കാരം മരിച്ചുകൊണ്ടിരിക്കുന്നത്, ജനാധിപത്യ സംസ്കാരമാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച കാര്യം കൂടെ നോക്കിയാൽ, രണ്ട് ഭാഗത്ത് നിന്നുള്ള വിമർശനങ്ങൾ, എതിർപ്പുകൾ നമുക്കുണ്ട്. ഒന്ന്, സാമൂഹ്യ ബോധം, അതായത് ആധുനിക ഭാഷാബോധം ഉണ്ടാക്കിയ സാമൂഹ്യ സങ്കല്പത്തെ എതിർക്കുന്ന ആളുകൾ, മതവാദികൾ, ജാതിവാദികൾ. കാരണം മതം, ജാതി, ഗോത്രം തുടങ്ങിയ പഴയ സാമൂഹ്യ രൂപങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഭാഷയാണ് ഒരു ജനതയെ ഐക്യപ്പെടുത്തുന്നുള്ള പുതിയ ബോധത്തിലേക്ക് എത്തിയത്. അത് ശാസ്ത്രബോധത്തുന്ന കാലത്ത് തന്നെയാണ് അത് എത്തിയത്. ഇപ്പം ഇവിടെ വീണ്ടും നമുക്ക് യൂറോപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലേ നമുക്ക് ബോധ്യമുള്ളൂ. ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നോക്കിയാൽ അറിയാലോ, അവിടുത്തെ പൗരോഹിത്യ ഭരണത്തെ തള്ളിയിട്ട്, അതിനെ തള്ളിക്കളഞ്ഞ് ജനാധിപത്യ ഘട്ടത്തിലേക്ക് യൂറോപ്പ് മാറിയതിൻ്റെ അടിസ്ഥാനമായ ഒരു കാര്യം ഭാഷ തന്നെയാണ്. ഭാഷ തകർന്നാൽ ലിബറൽ ജനാധിപത്യം തകരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇംഗ്ലണ്ടിലെയോ അല്ലെങ്കിൽ ഫ്രാൻസിലെയോ ജർമ്മനിയിലെയോ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്കുള്ള പരിണാമത്തോടൊപ്പം തന്നെയാണ് അവിടുത്തെ മാതൃഭാഷകളും വളരുന്നത്. അല്ലെങ്കിൽ മാതൃഭാഷയുടെ വളർച്ചയോടൊപ്പമാണ് പാർലമെൻ്ററി ജനാധിപത്യം വളരുന്നത് നോക്കിയാൽ അറിയാം. 1066 ഇംഗ്ലണ്ടിൽ നോർമൻകാരെന്ന് പറയുന്ന ഫ്രഞ്ച് ജനത കീഴടക്കി എന്ന് മാത്രമല്ല, പൗരോഹിത്യ ഭാഷയായ ലത്തീനും ഈ അധിനിവേശ ഭാഷയായ ഫ്രഞ്ചും മാത്രമാണ് അന്തസ്സുള്ള ഭാഷകൾ. വിവരമുള്ള ഒരാളും അന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് ഭാഷാചരിത്രം വായിച്ചാൽ അറിയാം, അടുക്കളയിൽ തീ ഊതുന്ന പെണ്ണുങ്ങളും
നാട്ടും പുറത്തുള്ള കർഷകരും. അല്ലാതെ ഇന്ന് മലയാളത്തിനുള്ള സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല, അന്തസ്സുള്ള ഭാഷയായിരുന്നില്ല. അവിടെയാണ് അന്തസ്സ് കെട്ട ഒരുത്തൻ രാജസദസ്സിലിരുന്നിട്ട് ഒരു പ്രാകൃത ഭാഷയിൽ കവിത എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജെഫ്രി ചോസർ എന്നാണ്. ആ ഘട്ടത്തിലാണ്, അതിനു മുമ്പ് തന്നെയാണ് ലത്തീൻ അടിസ്ഥാന ഭാഷയായ ഘട്ടത്തിൽ ഒരുത്തൻ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഒരു സാധനം നാട്ടുഭാഷയിൽ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദാന്തെ എന്നാണ്. ഇവരൊക്കെ നവോത്ഥാന നായകരെ. അന്ന് ഇതൊന്നും അംഗീകരിച്ചില്ല ആളുകൾ. ആ ദാന്തെ തന്നെയാണ് എന്താണ് മാതൃഭാഷ എന്ന് ആദ്യമായിട്ട് നിർവചിക്കുന്നത്. നമ്മളിപ്പോൾ നവോത്ഥാന സദസ്സ് തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലായിടത്തും നമ്മൾ നടത്തിയിട്ടുണ്ട്, തിരുക്കാലം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒറ്റ നല്ല കാര്യമുണ്ട്, ഭാഷയെക്കുറിച്ച് അവിടെ മിണ്ടില്ല. മിണ്ടിയാൽ പല പ്രശ്നങ്ങളുണ്ട്. നവോത്ഥാനം തുടങ്ങുന്നതിനൊരു ഭാഷാ സങ്കല്പമായിട്ടാണ്. കാരണം ദാന്തെ അതിൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്റ് ഡി വൾഗാരി ഇലക്വൻഷ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രേഖയിൽ അദ്ദേഹം എന്താണ് മാതൃഭാഷ നിർവഹിച്ചിട്ടുണ്ട്. എന്താ മാതൃഭാഷ എന്താ നിർവഹിച്ചത്? നമ്മൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന അഭിമാനത്തിൽ പറയുന്ന, അത് അന്നത്തെ കാലത്ത് ആ വിഷയമാണ്. വള്ളത്തോൾ തീർച്ചയായിട്ടും ആരാധ്യനായ ഒരാളാണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ ദാന്തെയുടെ നിർവചനം കുറച്ചുകൂടി ദീർഘകാലിക. അദ്ദേഹം പറഞ്ഞത് ഏതൊരു ഭാഷയിലാണോ, അമ്മ എന്നല്ല, ഏതൊരു ഭാഷയിലാണോ ആയമാർ സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ എന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? രക്തത്തിലൂടെ വരുന്നതല്ല മാതൃഭാഷ എന്നാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം. എന്താ കാര്യം? രക്തത്തിലൂടെ വരുന്നതാണ് മാതൃഭാഷയെങ്കിൽ മാതൃഭാഷാവാദം മണ്ണിൻ്റെ മക്കൾ വാദമായി മാറും. മാതൃഭാഷാവാദം ഇതര അല്ലെങ്കിൽ സഹസംസ്ഥാന തൊഴിലാളികൾക്കെതിരായിട്ട് മാറും. മറാഠിയിൽ അതാണ് നടക്കുന്നത്. ഇപ്പോഴല്ല കേട്ടോ, നേരത്തെ മറാഠി ഇപ്പോൾ കുറച്ചുകൂടി ഭേദപ്പെടുന്നുണ്ട്. അവിടെ നേരത്തെ അടിച്ചോടിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു ആയമാർ എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി അതല്ലേ. അച്ഛനും അമ്മയും ഇംഗ്ലീഷിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വളർത്താൻ ഏൽപ്പിക്കുന്ന ആയ മലയാളം പറയുന്നു. അതുകൊണ്ട് ആയമാഴ ഭാഷ മലയാളം. കൃത്യത് എത്ര ക്രാന്തദർശിയാണ് കവി എന്ന് മനസ്സിലാക്കണം ദാന്തെ. ഒരു കാര്യം കൂടി ഉണ്ട്, ബംഗാളികളായ രക്ഷിതാക്കളുടെ കുട്ടികൾ, മാതാപിതാക്കളുടെ കുട്ടികൾ ഇവിടെ ഇരുന്ന് മലയാളം പറയുന്നു, മലയാളത്തിൽ പഠിക്കുന്നു, എല്ലാ വിഷയത്തിലും മലയാളത്തിൽ A+ നേടുന്നു. മലയാളികൾ എന്ന് പറയുന്ന ആളുകളുടെ കുട്ടികൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നു, മലയാളം അറിഞ്ഞുകൂടാ. ഇതിലേതാ മലയാളി? ഇതാ പ്രതിസന്ധി. ദാന്തെയുടെ നിർവചന പ്രകാരം ഈ ബംഗാളികളുടെ മക്കളാണ് മലയാളി. കാരണം സാമൂഹ്യമായി അവർ സ്വാംശീകരിച്ച ഒന്നാണ്. വളരെ വ്യക്തത. അതുകൊണ്ട് ഇതൊരിക്കലും നമ്മുടെ വാദം ഈ അടിസ്ഥാനമാണ് നമുക്കുള്ളത് കൊണ്ട് ഇതൊരിക്കലും അപരഭാഷാ വിരോധമായി തീരുകയില്ല. അടിസ്ഥാനം അതായതുകൊണ്ട് ശാസ്ത്രീയ സാമൂഹ്യമാണ്, പുറത്തുനിന്ന് വരുന്നതാണ്. രക്തത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ഈ വാദം ഉയരാം. അതിൽ വേറൊരു കാര്യം കൂടി, ഇത് വാദിക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പം കുറേ പേര് പുറത്തേക്ക് പോകുന്നു അല്ലേ, നേരത്തെ സൂചിപ്പിച്ചു. ഈ പുറത്തേക്ക് പോകുന്ന ആളുകൾ, അതിപ്പം യൂറോപ്പിലാവാം, അമേരിക്കയിലാവാം, ഇത് രാജ്യത്തും ആവാം, അവരുടെ മക്കളുടെ മേലെ മലയാളം അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് കൂടി അതിൻ്റെ അർത്ഥം. അവരുടെ മാതൃഭാഷ, അവരവിടെ തന്നെയാണ് വളരുന്നതെങ്കിൽ, അവിടെ തന്നെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിൽ പോകുന്നൊരു മലയാളിയുടെ ഒന്നാം ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ് കുട്ടികളുടെ. അവർക്ക് വേണമെങ്കിൽ രണ്ടാം ഭാഷയോ മൂന്നാം ഭാഷയോ ആയിട്ട് മലയാളം പഠിക്കാൻ തെറ്റൊന്നുമില്ല. കാരണം അവർ ജീവിക്കേണ്ടത് ആ സമൂഹത്തിലാണ്. ഇത് തന്നെയാണ് ഇവിടെ വരുന്ന ബംഗാളിയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഭാഷ അവർ കൊണ്ടു നടക്കാം, പക്ഷേ സാമൂഹ്യമായി തിരശ്ചീനമാണ്, അല്ലാതെ രേഖീയമല്ല, തിരശ്ചീനമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു കത്ത് കൊടുത്തത് സർക്കാരിന്. അത് സർക്കാർ സ്വീകരിച്ചു. ബംഗാളികളെ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹസംസ്ഥാന തൊഴിലാളികളെ മലയാളം കൂടി പഠിപ്പിക്കണം. എന്താ ഗുണം? എന്താണെന്ന് വെച്ചാൽ അവർ മുഖ്യധാരയിൽ വരും. ഇപ്പോൾ പെരുമ്പാവൂരിൽ ഹിന്ദിയിലാ ബോർഡ്, നമ്മൾ ആരും എതിരല്ല, പക്ഷേ മലയാളത്തിൽ കൂടി ബോർഡ് വേണം. അതാണ് നമ്മുടെ രേഖയിൽ പറഞ്ഞത്. നേരത്തെ പാലസ്തീൻ്റെ കാര്യം പറഞ്ഞല്ലോ. പാലസ്തീനിൽ അറബികൾ ഒരു ഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്. എന്താ തിരിച്ചറിഞ്ഞത്? നമ്മൾ കുറേ കാലം ഹീബ്രുവിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു, നല്ല കാര്യം പറയാനുണ്ട്, അത് പിന്നീട് പറയാം. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ പാലസ്തീൻ പ്രദേശത്തെ ബോർഡുകൾ മുഴുവൻ ഹീബ്രുവിലാണ്. അവരുടെ ഭാഷയായ അറബി കാണാനേ ഇല്ല. അപ്പോഴാണ് അവർക്ക് കത്തിയത് ഇതൊരു അധിനിവേശ പ്രക്രിയയാണ് എന്ന്. ഇപ്പം അത് മതരാഷ്ട്രീയമായിട്ടാണ് തിരിച്ചറിയപ്പെടുന്നതെങ്കിലും അടിസ്ഥാനപരമായി ഒരു അധിനിവേശത്തിൻ്റെ പ്രശ്നമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാൾഫർ ഡിക്ലറേഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ബ്രിട്ടീഷുകാർ എവിടെ പോയോ അവിടെയൊക്കെ കുഴപ്പമുണ്ടാക്കി രണ്ടാക്കി പിളർത്തിയിട്ടേ പോയിട്ടുള്ളൂ അല്ലേ. പാലസ്തീനിൽ പോയി രണ്ടാക്കി പിളർത്തി, ഇന്ത്യയിൽ വന്നു അത് രണ്ടാക്കി. ഒരു കാലത്തും യോജിച്ച് ഒരു ശക്തിയായി തീരരുത് എന്നുള്ള നല്ല നിർബന്ധമുള്ളത് കൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടായിരുന്ന ഒരു ഉപഭൂഖണ്ഡത്തെ രണ്ടാക്കി മതത്തിൻ്റെ പേരിൽ രണ്ടാക്കി തിരിച്ചു. ഇനി അത് യോജിക്കാൻ യാതൊരു സാധ്യതയില്ല. അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ദുരന്തം?
നേരത്തെ സൂചിപ്പിച്ച കാര്യം അത്. അതായത് ആധുനിക സമൂഹത്തിലേക്കുള്ള നമ്മളെ പരിണാമം മതം, ജാതി തുടങ്ങിയവയ്ക്കപ്പുറം ഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഭാഷാ സമൂഹം എന്നൊരാശയം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വന്നാൽ 857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തെ അന്നത്തെ ഉപരിവർഗം തള്ളിക്കളഞ്ഞെങ്കിൽ 1890-കളിലെത്തിയാൽ നമുക്ക് ചന്തുമേനോൻ്റെ, ഞാൻ ഘട്ടം പറഞ്ഞ എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നു കൂടെ, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ തീർച്ചയായിട്ടും മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. പക്ഷെ അവിടെ ഈ മാധവൻ്റെ 18-ാം അധ്യായത്തെ ചർച്ചയിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്താ ചർച്ചയിൽ പറയുന്നത്? മാധവനോടൊരു കഥാപാത്രം പറയുന്നു, മാധവൻ കോൺഗ്രസ്സുകാരനാണ്. ചന്തുമേനോൻ അത്രയും ആധുനികനായിരുന്നു. 855 രൂപപ്പെട്ട കോൺഗ്രസ്സിലെ ഒരു അംഗത്തെ നോവലിലെ കഥാപാത്രമാക്കി 4 കൊല്ലം കഴിയുമ്പോൾ. അത്ര അപ്ഡേറ്റാണ് ഇന്ദുലേഖ. പക്ഷെ ആ ചർച്ചയിൽ ഇന്ദുലേഖ മാധവനോട് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നിലപാടെടുക്കുകയും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം എന്നാണല്ലോ പറയുന്നത് കോൺഗ്രസ്സുകാർ. അപ്പോൾ മാധവൻ പറയുന്നുണ്ടില്ല, ഞങ്ങളങ്ങനെ പറയുന്നില്ല, ബ്രിട്ടീഷുകാരോടൊപ്പം ഞങ്ങൾക്കും അധികാരം വേണമെന്നേ പറയുന്നുള്ളൂ. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ് വിടുന്ന മാധവൻ പറയുന്നത്. മനസ്സിലായല്ലോ, അന്നത്തെ കോൺഗ്രസ് അത്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഈ യോഗ നടപടികൾ മുഴുവൻ ഇംഗ്ലീഷിലായ കാലഘട്ടം അത്. ഇന്ദുലേഖ നമുക്ക് സവർണ, അതിന് മറ്റെല്ലാ വിപ്ലവ മൂല്യം ഉണ്ടെങ്കിലും വേണമെങ്കിൽ സവർണ പശ്ചാത്തലത്തിലുള്ള കൃതിയാന്ന് പറയാം. ഇനി അവർണ പശ്ചാത്തലത്തിലോ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്നുള്ള നോവൽ, ആ നോവൽ വളരെ ഗുണകരമായ നോവലാണ്. അടിസ്ഥാന ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വിമോചനപരമായ നോവലാണ്. പക്ഷെ അതെഴുതിയ പോത്തേരി കുഞ്ഞമ്പു അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട് ആ കാലത്ത് 892. അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയുള്ള നൂറ്റാണ്ടുകൾ അഥവാ ബ്രിട്ടീഷ് രാജാവ് പോയാൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജാക്കന്മാർ ഭരിക്കുമെന്നല്ലാതെ ഇന്ത്യയിലൊരു രാജാവും ഭരിക്കാൻ പോകുന്നില്ലെന്നാണ്. നോക്കൂ, അപ്പോൾ അവർണ സവർണ വ്യത്യാസമില്ലാത്ത അന്നത്തെ അപ്പർ ക്ലാസ് കരുതിയിരുന്നത്, അല്ലെങ്കിൽ സാക്ഷര മധ്യവർഗം കരുതിയിരുന്നത് ഒരു കാലത്തും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയില്ല എന്നാണ്. അല്ലെങ്കിൽ യൂറോപ്യൻ അടിമത്തത്തെ നമുക്ക് മോചനമില്ലെന്ന്. 60 കൊല്ലം കൊണ്ട് നമ്മളിത് പൂട്ടിക്കെട്ടി 47 വരെ പറഞ്ഞു വെച്ചു. രാഷ്ട്രീയമാണ് ആദ്യത്തേതായി ബ്രിട്ടീഷുകാരിലൂടെയാണ് മോചനം എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ കൊളോണിയൽ ആധുനികത എന്ന് പറയാം. അതായത് കോളനിവൽക്കരണത്തിലൂടെയാണ് നമ്മുടെ മോചനം. അതിനെതിരെ വന്ന കാര്യമാണ് ദേശീയവാദാധുനികത. ബ്രിട്ടീഷുകാരെ പുറത്താക്കിക്കൊണ്ടാണ് നമ്മുടെ മോചനം. സ്വദേശി മൂവ്മെൻറ്റ് വരുന്നു. ആ ഘട്ടത്തിലാണ് ഭാഷയും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇംഗ്ലീഷിന് പകരം, അല്ല ഇംഗ്ലീഷിനോടൊപ്പം എന്ന് പറയാം, ആരും പകരം നമ്മളിപ്പോഴും പറയുന്നില്ല, ഇംഗ്ലീഷിനോടൊപ്പം ഇന്ത്യയിലെ മാതൃഭാഷകളും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇന്ത്യൻ കർഷകരൊപ്പം കടന്നു വന്നത്. അടിസ്ഥാന ഭാഷ കടന്നു വരുമ്പോഴാണ് അടിസ്ഥാന ജനത കടന്നു വരുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനുള്ള മാധ്യമം മലയാളം കൂടി ആകണം എന്ന് പറയുമ്പോഴാണ് EMSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടനും അടകോടനും കൂടി സെക്രട്ടേറിയറ്റിലെത്തുന്നത്. അപ്പോഴേ കള്ളച്ചുരുക്കി അവസാനിക്കുള്ളൂ. കാരണം അവർ ഒരു അടിസ്ഥാന സമൂഹം എന്നുള്ള നിലയിൽ എന്താണ് അതിൻ്റെ ശക്തി എന്ന് അവർക്കറിയാം. അപ്പോൾ ഇതാണ് അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് മഹാത്മാഗാന്ധി വന്നതിന് ശേഷമാണ് ആ പരിണാമം തന്നെ നടക്കുന്നത്. ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് അത് പങ്കിടുക എന്നുള്ളതിന് പകരം ബ്രിട്ടീഷ് ഭരണം അടിസ്ഥാനപരമായ ഒരു ചൂഷണ വ്യവസ്ഥയാണെന്നും അത് കർഷകർക്കെതിരെയുള്ളൊരു ചൂഷണ വ്യവസ്ഥയാണെന്നും കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ചമ്പാരൻ സമരത്തിലൂടെ, നീല കർഷകരുടെ സമരത്തിലൂടെ അടിസ്ഥാനപരമായി ബ്രിട്ടീഷുകാരെയും രാജാക്കന്മാരെയും പുറത്താക്കിക്കൊണ്ട്, അതുകൂടിയുണ്ട്. ഗാന്ധിജി 1916 ഗാന്ധി അവിടുന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ബനാറസ് ഹിന്ദു സർവകലാശാല അദ്ദേഹം ആദ്യത്തെ പ്രസംഗം നടത്തുന്നുണ്ട്. ആദ്യം ഈ ഗോഖലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യത്തെ പ്രഖ്യാപനം ഇന്ത്യയിൽ BHUവിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ സദസ്സിൽ അന്ന് ഇതൊക്കെ അന്നത്തെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുള്ള സദസ്സ്, ഇന്ത്യയിലെ ചക്രവർത്തിമാർ രാജകുമാരന്മാരുള്ള സദസ്സാണ്. അവിടെയാണ് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വക്കീൽ വന്ന് സംസാരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഒരുപാട് സമരം നടത്തിയ ആൾ. അദ്ദേഹം 2 കനത്ത ആക്രമണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഒന്നാമത്തെ ആക്രമണം ഇന്ത്യൻ നാടുവാഴ്ത്തത്തിനെതിരെയാണ്. അദ്ദേഹം ചോദിച്ചു, ലജ്ജയുണ്ടോ നിങ്ങൾക്ക് ഈ രത്നം പതിച്ച കിരീടങ്ങളുമായിട്ട് ഇവിടെ വന്നിരിക്കാൻ? ഇവിടുത്തെ സാധാരണ മനുഷ്യർ, അടിസ്ഥാന ജനവിഭാഗങ്ങൾ കഷ്ടപ്പെടുമ്പോൾ. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് ആഡംബരം എന്ന് പറയുന്ന ഒരു ചൂഷണമാണെന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്, ബുദ്ധന് ശേഷം. ലജ്ജിക്കേണ്ടി വരുന്നു. മറ്റത് ഈ കുപ്പയിടാത്ത സാധാരണ കർഷകരാണ് ലജ്ജിച്ചതെങ്കിൽ കർഷകരുടെ വേഷത്തിൽ അഭിമാനിക്കാൻ പറയുകയും
ഈ രത്നം പതിച്ച രാജാക്കന്മാരുടെ വേഷത്തിൽ ലജ്ജിക്കാൻ പറയുകയും ചെയ്യുന്ന ഒരു പുതിയ നാടുവാഴ്ത്ത വിരുദ്ധമായ മൂല്യം ഉണ്ടാക്കുന്ന ഗാന്ധി. അതോടെ ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മോചനമാണ് വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമെങ്കിൽ അത് മാതൃഭാഷയിലാകണം എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. ഇതൊക്കെ ഇടക്ക് കൈമോശം വന്നുപോയ കാര്യങ്ങളാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കേണ്ട കാര്യമാണ്. ആ കാലത്തും ഗാന്ധിക്കെതിരായിരുന്നു എല്ലാവരും, നമുക്കറിയണം. അന്ന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആനി ബസന്റ് അധ്യക്ഷയായിരിക്കുന്നുണ്ട്. ഗാന്ധിയുടെ പ്രസംഗം നിർത്താൻ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, 1920 വരെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് പ്രതീക ആനി ബസന്റ് മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രമേയം പാസ്സാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആനി ബസന്റ് ഇറങ്ങിപ്പോകുന്നു കൂടി ആലോചിച്ചാൽ കാര്യം വളരെ വ്യക്തമാവും. അപ്പോൾ അതൊരു വലിയ വാട്ടർ ഷെഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. കാരണം ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാനാണ് ഞങ്ങൾ പോകുന്നത്, ഇതുവരെ ഉള്ളതുപോലെ നിവേദനങ്ങളിലൂടെയല്ല നിസ്സഹകരണത്തിലൂടെയാണെന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനം. ആ ഘട്ടത്തിലാണ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സംഘാടനം മാതൃഭാഷകളിലൂടെ ആയിരിക്കണം എന്നുള്ള പ്രമേയം ഒന്നിച്ചാണ് വരുന്നത്. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഡിസംബറിൽ നടക്കുന്ന 1920. KPCC അങ്ങനെ ആദ്യമായിട്ട് KPCC രൂപപ്പെടുന്നത്. അതുവരെ മലബാർ കോൺഗ്രസ് കമ്മിറ്റിയേ ഉള്ളൂ, അതുവരെ തിരുവിതാംകൂറിലും കൊച്ചിയിലും കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരേ ഉള്ളൂ. അവിടെ നിന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നൊരു ആശയം വരെ. ആദ്യം കേരളം നേരത്തെ കുഞ്ഞുകുട്ടൻ നമ്പൂരാൻ്റെ കൃതികളിലും നമ്മുടെ നേരത്തെ പല ഐതിഹ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കേരളം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന എപ്പോഴാണ് ആരംഭിക്കുന്നത്? 1921 ഏപ്രിലിൽ നടക്കുന്ന ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലാണ് മലയാളി ആദ്യം ആയിട്ടുണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നുള്ള വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചൊരിടത്ത് ആദ്യമായി മേളിക്കുക. ഇവിടെയാണ് മലയാളി ജനിക്കുന്നത്. AK പിള്ള പറഞ്ഞതാണ്, EMS നമ്പൂതിരിപ്പാടും പറഞ്ഞ കാര്യം ഇത്. പക്ഷേ ഞാൻ പലയിടത്തും പറഞ്ഞു, നമ്മൾ ഒരുപാട് ശതവാർഷികങ്ങൾ ആഘോഷിച്ചു അല്ലേ? ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ 100ാം വർഷം ആഘോഷിക്കാൻ മറന്നുപോയൊരു ജനതയാണ് നമ്മൾ മലയാളികളായതിൻ്റെ വാർഷികം. പിന്നെ മലയാളം മറക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? തമിഴൻ ആലോചിച്ച് നോക്കൂ, തമിഴിൻ്റെ പേരിൽ ഒരു കാക്ക പറഞ്ഞാൽ അവിടെ ഒരു പ്രതിമ വരും അല്ലേ? നമ്മുടെ പ്രതിമകളിലൊക്കെ കാക്ക വേറെ ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ചരിത്രത്തെ സംബന്ധിച്ച് എവിടെയാണ് നമ്മൾ നടന്നെത്തിയതെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണയില്ലാത്തൊരു ജനത അതിന് പിന്നിലുള്ള ശക്തികളാൽ കീഴടക്കപ്പെടും, മതശക്തികളാൽ. ആധുനിക സമൂഹമാക്കി നമ്മൾ മാറ്റിയ സമരങ്ങളെക്കുറിച്ച് നമ്മൾ മറന്നുപോയാൽ അതിന് പിന്നിലുള്ള ശക്തികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മതരാഷ്ട്രീയം തിരിച്ചു വരുന്നത് ഭാഷാ രാഷ്ട്രീയം അവസാനിക്കുമ്പോഴാണ്. വളരെ വ്യക്തത. നോക്കിക്കോളൂ, യൂറോപ്പിലും അത് അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇന്ത്യയെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭാഷാ ദേശീയത ബോധമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ധരിക്കുകയും വേണ്ട. ഭാഷയെക്കുറിച്ചുള്ള അവബോധം പറയുമ്പോൾ ഇതൊരു ഭാഷാ അഭിമാന ബോധമാണ്.